കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുഞ്ഞുമക്കളും മാത്രമല്ല മുതിർന്നവർ പോലും ഫോണിന് ഭയങ്കര അഡിക്ഷനാണ്. ഫോണിൻ്റെ അഡിക്ഷൻ മൂലം ഒരുപാട് മക്കൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് അവർ പലപ്പോഴും മാറി നിൽക്കുകയാണ്. ഈവൻ കുടുംബജീവിതത്തിൽ പോലും സമയം ചെലവഴിക്കുവാൻ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ജീവിത പങ്കാളികളുണ്ട്. എന്തിനേറെ ഗെയിം കളിക്കുവാനുള്ള താല്പര്യം മൂലം ഒരു ജീവിത പങ്കാളി തൻ്റെ ഭർത്താവിനെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ ഗെയിമുമായി ബന്ധപ്പെട്ട്, ഫോണുമായി ബന്ധപ്പെട്ട് ഒരുപാട് തകർച്ചകൾ. സഭാപ്രസംഗകൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വചനം പറയുകയാണ്, കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല. അപ്പോൾ ഈ പ്രകാരമുള്ള ഒരു വലിയ ഒരു അഡിക്ഷൻ നമ്മളെ ബാധിക്കുന്നതാണ്. കുഞ്ഞുമക്കൾ മാത്രമല്ല മുതിർന്നവരെയും ഒരുപാട് സമയം ചെലവഴിക്കുന്നു. ഫോൺ മാത്രമാകണമെന്ന് നിർബന്ധമില്ല, മറ്റേതെങ്കിലും കാര്യങ്ങളാകാം. അപ്പോൾ ഈ ഒരു മേഖലയിൽ പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയുടെ ഒരു ശക്തി ആവശ്യമാണ് ഈ തിന്മയെ തോൽപ്പിക്കുവാൻ. സഭാപ്രസംഗൻ ഓർമ്മിപ്പിക്കുകയാണ്, കണ്ടിട്ട് കണ്ണിനോ കേട്ടിട്ട് ചെവിക്കോ മതി വരുന്നില്ല. മണിക്കൂറുകൾ. ഈ പ്രാവശ്യം 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ ഒരു കുഞ്ഞുമകള്, ആ മകൾ പറയുകയാണ്, എനിക്ക് 2000 ഫോളോവേഴ്സാണ് ഇൻസ്റ്റഗ്രാമിൽ. ഞാനൊരു 7 മണിക്കൂറോളം ഒരു ദിവസം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഫോൺ ഉപയോഗിക്കാറുണ്ട്, അമ്മയെ കാണാതെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇത്രമാത്രം മനുഷ്യരതിൻ്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ദൈവവചനത്തിൻ്റെ ഒരു ശക്തമായൊരു ആയുധം പ്രയോഗിച്ച് ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. നമുക്കാണോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കാണോ ഇതിൽ നിന്ന് അനുഗ്രഹം ലഭിക്കേണ്ടതെങ്കിൽ നമ്മൾ ഇപ്രകാരം മാത്രം ചെയ്താൽ മതി. മാർക്കോസ് 4:39 ആ വ്യക്തിയുടെ പേര് പറയുന്നു, അടങ്ങുക, ശാന്തമാവുക. നമ്മളത് ഒരു ജപമാല കരങ്ങളിലെടുത്ത് ഒരു 5 പ്രാവശ്യം മുഴുവനായി ചെല്ലുമ്പോൾ ഒരു 250 പ്രാവശ്യം കഴിയും. മാർക്കോസ് 4:39 പേര് പറയുന്നു, അടങ്ങുക, ശാന്തമാവുക. 7 ദിവസമാകുമ്പോഴേക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം നമ്മൾ കണ്ടിരിക്കും. തീർച്ചയായും ഒരുപാട് അത്ഭുതങ്ങൾ ഈ ഒരു മേഖലയിൽ അച്ഛന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ആധികാരികമായി തന്നെ പറയുന്നത്. മാർക്കോസ് 4:39 പേര് പറയുക, അടങ്ങുക, ശാന്തമാവുക. ചിലപ്പോൾ നമുക്കായിരിക്കാം അത്, ചിലപ്പോൾ അഡിക്ഷൻ മാത്രമാകുന്ന നിർബന്ധമില്ല. ഒരു ദേഷ്യമാകാം, കോപമാകാം, ചിലപ്പോൾ ദുഃഖമാകാം, നിരാശയാകാം. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ നിന്ന് വലിയ വിടുതൽ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത വികാരങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ആകുലതകൾ ഞങ്ങൾ അലട്ടുമ്പോൾ ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചതിത്ര. കുപ്പയിൽ കണ്ടത് മാണിക്യമാണെന്ന് മനസ്സിലാക്കാനെന്തേ മടിച്ചതിത്ര. കൂടെ നടന്നവൻ കുർബാനയാണെന്ന് കണ്ടറിയാനെന്തേ വൈകിത്ര. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.